എനിക്കിന്ന് കറിക്ക് കിട്ടിയിരിക്കുന്നത് അഷ്ടമുടിക്കായലിൽ നിന്നുള്ള ഒരു മരപ്പി എന്ന് പറയുന്ന ഒരു മീനെയാണ്. ഈ മീൻ വളരെ ടേസ്റ്റിയും ഗുണവുമുള്ള മീനാണ്. ഇത് സാധാരണ അങ്ങനെ ആരും മേടിക്കത്തില്ല. ഇതിന് നല്ല വിലയുള്ള മീനാണ്. ഇത് കണ്ടിക്കാൻ പാടാണ്. ഇതിൻ്റെ മുള്ളു കൊണ്ടാലോ അതിൻ്റെ കൊമ്പുകൾ ആ സൈഡിലുള്ള പറക്കുകൾ കൊണ്ടാൽ തന്നെ നമുക്ക് കൈ അരയ്ക്കും, ആ മുറിവ് പഴുക്കുകയും ചെയ്യും. ഇത് കണ്ടിക്കാൻ വളരെ പാടാണ്. പക്ഷേ മീനോ വളരെയേറെ ടേസ്റ്റിയാണ്. മനസ്സിലായല്ലോ. ഈ മീൻ കണ്ടിക്കുകയാണ്. അത് കണ്ടിക്കാൻ പാടാണ്. പക്ഷേ അത് അറിയാവുന്നവർ, ഈ മീനെക്കുറിച്ച് അറിയാവുന്നവർ മേടിക്കും. കാരണം ഇത് വല്ലപ്പോഴുമൊക്കെ കിട്ടത്തുള്ളൂ. ഇതിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ ആയപ്പോൾ ഈ മീനെ നമുക്ക് കിട്ടിയത്. ഇത് അവരുടെ ചീനവലയിൽ കിട്ടിയതാണ്. പക്ഷേ നോക്കേ, ഞാനിതെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മീനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഷോട്ടിൽ പോകുക. ഷോട്ടിൽ പോയി കാണാമെന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്നറിയാം. ഇനി ഈ മീനെ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്ത് കറച്ചട്ടിയിലാക്കി ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ട് നിങ്ങളെ ഞാൻ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ മീൻ കാണിക്കാം. ഞാൻ കട്ട് ചെയ്ത മീനാണ് കറച്ചട്ടിയിൽ കാണിച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത മീൻ കണ്ടല്ലോ, ആ ഒരു മീനാണ് ഞാൻ കട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങാപ്പാലിലാണ് സാധാരണ ഇത് കറി വെക്കുന്നത്. ഇത് തേങ്ങാപ്പാലിൽ വറ്റിച്ച മീനെന്നല്ലേ പറയുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൽ അനത്തിയ മീൻ കറി എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് തന്നെ പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്നത്. കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിരിക്കും തേങ്ങാപ്പാലിൽ ഇത് ചെയ്താൽ. അതിന് തേങ്ങാപ്പാൽ, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, സവോള, അത് കഴിഞ്ഞ് സ്പൈസസ്, വറുക്കാനുള്ള മുളക്, എണ്ണ, ഉപ്പ്. ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നോക്കിയാട്ടെ. കൊച്ചുള്ളി, ഇത് 3 ചതച്ചത്, അതായത് വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത്. അതിനായിട്ട് ചട്ടി അടപ്പയിൽ വെച്ചു, തീ കൊളുത്തി. ചട്ടി അടപ്പയിൽ വെച്ച് തീ കൊളുത്തി എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടാകുന്നു. ചട്ടി അടപ്പയിൽ വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുന്നു. എണ്ണയിൽ നമ്മൾ എന്താണ് ആദ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എണ്ണ ചൂടായി വരുന്നുണ്ട്. ചട്ടിയടപ്പയിൽ വെച്ചു. എണ്ണ ചൂടായി. നമ്മൾ ഇഞ്ചിയാണ് അതിൽ ആദ്യമായിട്ട് കൊടുക്കുന്നത്. നമ്മൾ ചതച്ച ഇഞ്ചി അതിൽ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് നമ്മൾ വഴറ്റിയാണ്. അത് കഴിഞ്ഞ് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നു. ചതച്ച കൊച്ചുള്ളി എല്ലാം നമ്മൾ ചതച്ച് വെച്ചിരിക്കുകയെന്ന് കാണിച്ചല്ലോ. അതെ, ചതച്ച കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് വഴന്ന് വരട്ടെ. അതിലേക്ക് നമ്മൾ സവോളയും കൂടെ കൊടുത്തു. വീണ്ടും നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും അതിൽ കൊടുത്തു. എല്ലാവരെയും കൂടെ നമ്മളൊന്ന് യോജിപ്പിക്കുകയാണ്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഒരു പിടി കറിവേപ്പിലയും കൂടെ വീണ്ടും കൊടുത്തു. അതെ, കറിക്ക് ആവശ്യമായ ഉപ്പും നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാ ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വരും. ഇപ്പോഴുപ്പിട്ടാലുള്ള ഗുണമെന്ന് പറയുന്നത് ആ ഉള്ളിയെല്ലാം ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനാണ് നമ്മൾ കറിക്ക് ആവശ്യമായ ഉപ്പ്
കൊടുത്തത്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. എല്ലാം ഒരുവിധം വഴന്നപ്പോൾ തക്കാളി കൊടുക്കുന്നു. തക്കാളിയും കൂടെ നമ്മളൊന്ന് ഇളക്കിയിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുക. തക്കാളിയും കൂടി ഇട്ട് നന്നായി നമ്മൾ യോജിപ്പിക്കുന്നു. എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് വരട്ടെ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അതിൽ കൊടുക്കാം. നമ്മൾ സ്പൈസസ് ഒന്നും കൊടുത്തില്ലല്ലോ, ആവശ്യമായ മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കാം. അതെ, എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ ഇളക്കാം. നല്ലതുപോലെ ഇളക്കുന്നുണ്ട്, കണ്ടോ? നന്നായിട്ട് വഴന്നട്ടെ. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. ആ മഞ്ഞൾപ്പൊടി എല്ലാറ്റിലും പിടിക്കട്ടെ. എല്ലാവരും പരസ്പരം നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി ഒതുക്കി വെക്കുക. ഒതുക്കി വെച്ചിട്ട് നമുക്ക് തീ ഒന്നും കൂടെ ചെറുതാക്കി കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് നോക്കാം. നോക്കിയപ്പോൾ ഇതാ നന്നായി വഴന്നിട്ടുണ്ട്, കണ്ടോ? നമ്മൾ അടപ്പിട്ട് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് എല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഇല്ലേ, അതിന് നമുക്ക് ആവശ്യമായ വെള്ളം നമ്മൾ കൊടുക്കുന്നു. കറിക്ക് ആവശ്യമായ വെള്ളമാണ് നമ്മളിപ്പോൾ കൊടുത്തത്. കറിക്ക് ആവശ്യമായ വെള്ളം കൊടുത്ത് നമ്മൾ ഇളക്കുന്നു. ഇനി എന്താ വേണ്ടത്? ഈ വെള്ളം നന്നായി ഒന്ന് തിളയ്ക്കണം. അതിനായിട്ട് അതിനെല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്നും കൂടെ ഒന്ന് കൂട്ടി നമുക്ക് അടച്ച് വെക്കാം. അതെ, അടച്ച് വെച്ച് ഫ്ലെയിം ഒന്നും കൂടെ കൂട്ടി അടച്ച് വെച്ച് വീണ്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ വൃത്തിയായി തിളയ്ക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലോട്ടാണ് മീനെ കൊടുക്കുന്നത്, കണ്ടോ? നമ്മളിതിലോട്ടാണ് മീനെ പറക്കിയിടുന്നത്. നമ്മളെല്ലാവരെയും പറക്കി വെച്ച് കൊടുക്കുകയാണ്. മീൻ പൊടിയാത്ത രീതിയിലാണ് നമ്മൾ പറക്കി വെച്ച് കൊടുക്കുന്നത്, കണ്ടോ? പൊടിയാത്ത രീതിയിൽ പറക്കി വെച്ച് കൊടുക്കുന്നു. വലിയ ഒരു മീനാണ്, പക്ഷെ ഒരു കറച്ചട്ടി നിറയെ ഉണ്ട്. ഇനി നമുക്കതിനെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വീണ്ടും ഫ്ലെയിം ഒന്നും കൂടെ ഒന്ന് നമ്മൾ ലോയിലിട്ടിരുന്നായിരുന്നല്ലോ, ഒന്നും കൂടെ ഒന്ന് പൊക്കി 2 കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് നമുക്ക് ഒന്നടച്ച് വയ്ക്കാം. വീണ്ടും നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. നന്നായി ഒന്ന് തിളച്ച് പറ്റട്ടെ. നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. തുറന്നു. ഏകദേശം കറി ഏകദേശം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. കറി വെന്തു വരുന്നു. വെന്തെന്ന് വേണേൽ പറയാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. എല്ലാവരും നോക്കിയാട്ടെ. തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ തിളയൊന്ന് മാറി ആ ചൂടൊന്ന് മാറുവോളം ഒന്ന് തുറന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ആ ചൂട് മാറിയപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. കറിയുടെ ചൂട് മാറിയതിന് ശേഷമാണ് നമ്മൾ ആ വലിയ ചൂടങ്ങ് മാറണം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് ചുറ്റിക്കുകയാണ്. കറച്ചട്ടി ഒന്ന് ചുറ്റിക്കുകയാണ്. അല്ലാതെ സ്പൂണോ തവിയോ ഒന്നും അതിൽ നമ്മൾ കൊടുക്കുന്നില്ല. കറച്ചട്ടിയെ ഒന്ന് ചുറ്റിക്കുന്നു. അതാണ് ഈ കാണിക്കുന്നത്. ഇനി നമ്മൾ ചീനച്ചട്ടി അടപ്പേ വെക്കുന്നു. ഇതിന് വേണ്ട വറയിടാനായിട്ടായി ചീനച്ചട്ടി അടപ്പത്ത് വെച്ചു. ഫ്ലെയിം കൊടുത്തു. അതിനാവശ്യമായ എണ്ണ ഒഴിക്കുന്നു. ചീനച്ചട്ടിക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുന്നു. അതെ, വറമുളക്, ഗരം മസാല,
അതായത് വലിയ മസാല, തക്കോലം, കൊച്ചു ജീരകം, അത് ഗ്രാമ്പു, അതുപോലെ തന്നെ കുരുമുളക്, ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. എല്ലാവരെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ടിട്ട് ഒന്ന് മൂപ്പിക്കുകയാണ്. എല്ലാവരും മൂത്ത് വരുന്നുണ്ട്. കണ്ടേ, പെരുംജീരകം, ചെറുജീരകം, കണ്ടോ, കുരുമുളക്, തക്കോലം, 2 ഗ്രാമ്പു, വറ്റൽമുളക്, ഇവരെല്ലാവരും കൂടെ അതേ മൂത്ത് വരുന്നതാണ്. കണ്ടല്ലോ, എല്ലാവരും നന്നായി മൂത്ത് വരട്ടെ. ഈ മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം. ഇവർ നല്ല രീതിയിലൊന്ന് മൂത്തോട്ടെ. മൂത്ത് വരുമ്പോൾ നമ്മൾ അത് കൊടുത്തിരിക്കുന്നത് എന്താണ്, ഉലുവാപ്പൊടി. ഇപ്പോൾ കൊടുക്കുന്നത് നമ്മൾ ഉലുവാപ്പൊടിയാണ്. ആദ്യം കൊടുത്തത് നമ്മൾ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും നമ്മൾ കൊടുത്തു. അവർ അതിലൊന്ന് മൂക്കട്ടെ. അപ്പോൾ മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൊടുത്ത് നമ്മളൊന്ന് അതൊന്ന് മൂത്ത് കരിയുന്നതിന് മുമ്പേ നല്ല ആ മൂപ്പോട് കൂടി ആ ചുറ്റിച്ച് വെച്ചിരിക്കുന്ന കറിയിലോട്ട് ചരിച്ചൊഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ തവി വെച്ചിളക്കാൻ പാടില്ല. നമ്മുടെ തേങ്ങാപ്പാലിൽ അനത്തിയ മീൻ കറി റെഡിയായി. കണ്ടോ, തേങ്ങാപ്പാലിൽ അനത്തിയ മീൻ കറി റെഡിയായി. ഇത് ചപ്പാത്തി കഴിക്കാനും ചോറിനും ബ്രെഡിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ മുതിർന്നവർക്കും. ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ സൂപ്പെന്നോ വല്ലതും വേണേൽ, ഫിഷ് സൂപ്പെന്നോ വേണേൽ പറയാം. പക്ഷേ ഇത് നമ്മുടെ കൊല്ലക്കാർക്കും നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. ഇത് നല്ല ടേസ്റ്റി ഡിഷാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കറി കണ്ടല്ലോ. ഈ കറിയുടെ പേരെന്താണ്? തേങ്ങാപ്പാലിൽ അനത്തിയ മീൻ കറി. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ വീണ്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയും വീണ്ടും നിങ്ങൾ വരികയും വേണം. ഈ മേടിച്ച കഥകളൊക്കെ ഷോർട്ടിൽ കിടപ്പുണ്ട്. എല്ലാവരും പോയി ഷോർട്ട് കാണണേ. ലൈക്ക് സബ്സ്ക്രൈബൊക്കെ അമ്മച്ചിക്ക് തരണം. എന്താ എല്ലാവരും അമ്മച്ചിയുടെ വീഡിയോ കാണുന്ന പോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ തരാത്തത്? എല്ലാവരും ഈ കറി വെച്ച് നോക്കണം. തേങ്ങാപ്പാലിൽ അനത്തിയ മീൻ കറിയാണേ. നിങ്ങളെല്ലാവരും വെച്ച് നോക്കി കഴിച്ച് രസമുണ്ടെങ്കിൽ എന്നോട് പറയണേ. എന്തു പറയുന്നു? എല്ലാവർക്കും ചക്കര ഉമ്മ. ബായ് മക്കളെ.